ലിപ്സ്റ്റിക് ഇട്ട് ചുവപ്പിച്ച് മോഡേണായി നടക്കുന്ന യുവതികളോടാണ്. നിങ്ങൾ മേക്കപ്പ് ഇടുന്നതും ചുണ്ടു ചുവപ്പിക്കുന്നതും അണിഞ്ഞൊരുങ്ങുന്നതും യുവാക്കളെ നിങ്ങളിലേക്ക് ആകർഷിക്കാനില്ലേ? യെസ്, അല്ലെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല. എന്നെ നാലാൾ കാണണമെന്നും ഞാനൊരു സുന്ദരിയാണെന്നും മറ്റുള്ളവർ എന്നെ നോക്കി ഇഷ്ടപ്പെടണം എന്നുമുള്ള ചിന്തയിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് വ്യതിചലിക്കുന്നു. ഒരു മോശമായ സ്ത്രീയുടെ മനസ്സാണ് ആ സമയം നിങ്ങളിൽ ഉണ്ടാകുന്നത്. ആ മാറ്റം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അള്ളാഹു പറയുന്നുണ്ട്, ഒരു വ്യഭിചാരിക്ക് വ്യഭിചാരിയെ മാത്രമേ ഇണയായി ലഭിക്കൂ എന്ന്. മറ്റു പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നു. പുരുഷന്മാർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. പിന്നെ പ്രണയം, ഊരാകൊടുക്ക്, വഞ്ചന, ഒളിച്ചോട്ടം, ആത്മഹത്യ, ജീവിതം താറുമാറായി പോകുന്നു. നിങ്ങളൊന്ന് ഓർത്തിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ ആസ്വദിച്ച് നടക്കുന്ന ഒരു പുരുഷനെയാണ് നിങ്ങൾക്ക് ഭാവി വരനായി കിട്ടുന്നതെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെടുമോ? യെസ് ആണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും തുടരാം. നോ ആണെങ്കിൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായി. മെർക്കറിയുടെ അമിത ഉപയോഗം ലിപ്സ്റ്റിക്കിന്റെ രൂപത്തിൽ ക്യാൻസർ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. മറ്റു പല രോഗങ്ങളും ഇത് കാരണം ഉണ്ടാകുന്നു. നിങ്ങൾക്കതിൽ കോട്ടമല്ലാതെ ഒരു നേട്ടവുമില്ല എങ്കിൽ പിന്നെന്തിന് ഈ ലിപ്സ്റ്റിക് പോലുള്ള സാധനങ്ങൾ വാരി വലിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു? അല്ലാതെ തന്നെ അള്ളാഹു കനിഞ്ഞു നൽകിയ സൗന്ദര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ മാറി ചിന്തിക്കേണ്ട സമയമായി ഇല്ലേ? ഓർക്കൂ സഹോദരിമാരെ.